ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഗ്യാബീസ് വേളിലേക്ക് സ്വാഗതം. ഞാൻ പാക്സി തോമസ്. ഇന്നത്തെ വീഡിയോ പാസിഫ്ലോറ, കൃഷ്ണകമലം എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 കളറില പാസിഫ്ലോറ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇത് വയലറ്റ് വയലറ്റ് കളറല്ല പാസിഫ്ലോറ. ഇത് വൈറ്റ്, ഇത് പിങ്ക്. പിങ്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക കളറാണ്. ഈ ഒരു കളർ പിങ്ക് തന്നെയല്ലേ, ഇത് പണ്ട് പ്രത്യേക ഒരു കളറാണ്, നല്ല ഭംഗിയുള്ള ഒരു കളർ. വൈറ്റ്, വയലറ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. ഈ 3 ഫ്ലവർ ഒരേ ഇതിൽ പാസിഫ്ലോറ തന്നെയാണെങ്കിലും ഈ ഒരു വയലറ്റ് ഫ്ലവറിന് നല്ലൊരു പ്രത്യേക സുഗന്ധമാണ്. ഈ ഭാഗത്ത് നല്ലൊരു പെർഫ്യൂം അടിച്ച പോലെ പ്രത്യേകം നല്ല സുഗന്ധമാണ്. ഇവിടെ ആകെ നല്ല സുഗന്ധമാണ്. ഈ 2 പൂ വിരിഞ്ഞിട്ട് അത്രക്ക് സുഗന്ധമുണ്ട്. അതേസമയം അതേ ഇതിൽപ്പെട്ടതാണ് വൈറ്റും പിങ്കും, പക്ഷെ അതിന് സുഗന്ധമില്ല. ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ്. അത്യാവശ്യം നന്നായി ഓരോ നോഡിലും നന്നായി ഫ്ലവർ ഉണ്ടാകുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഓരോ ലീഫിൻ്റെ നോഡിലും മൊട്ടുകളാണ്. ഇത് നോക്കിയത് ഇതൊക്കെ പൂ കഴിഞ്ഞ ഭാഗങ്ങളാണ്. ഇത് കണ്ടതേ നിറച്ച് ഓരോ ലീഫിൻ്റെ ഓരോ നോഡിലും മൊട്ടുകളാണ്. പിങ്കിനും അതെ, വൈറ്റിനും അതെ. ഇതിപ്പോൾ പൂ കഴിഞ്ഞ ഭാഗമാണ്. നിറച്ച് ഓരോ അത്രക്ക് പോണ വഴി പൂക്കളാണ്. ഈ പ്ലാന്റ് നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ആർച്ച് ചെയ്യാനും പന്തലാക്കാനൊക്കെ നല്ലതാണ്. വയലറ്റ് ആണെങ്കിൽ നല്ല സുഗന്ധവും തരും. പിന്നെ വൈറ്റൊക്കെ ആണെങ്കിൽ രാത്രിയും എടുത്ത് കാണിക്കുന്ന ഒരു ഫ്ലവറാണ് വൈറ്റ്. അത് ഏത് ഫ്ലവർ ആണെങ്കിലും, ഏത് പ്ലാന്റിൻ്റെ ഫ്ലവർ ആണെങ്കിലും വൈറ്റിന് പ്രത്യേക ഭംഗിയാണ് രാത്രി. ഇതിപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഒരു പൂപ്പന്തലിലുള്ള ഫ്ലവറാണ്. രാത്രി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റ് എടുത്ത് കാണിക്കും രാത്രിയും വെളുപ്പിനും. അപ്പോൾ അങ്ങനെ ഈ പാസിഫ്ലോറിയ വൈറ്റും അങ്ങനെ. പിങ്കിനും നല്ല ഭംഗിയുണ്ട്, വയലറ്റിനാണെങ്കിൽ നല്ല സുഗന്ധവും. ക്രീപ്പർ പ്ലാന്റ് ആണ്. താഴെയും നമുക്ക് ചട്ടിയിൽ നടാം. അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്ത് നടാം. നന്നായി വളർന്ന് നിറച്ച് പൂക്കളാവും. ഇനി സ്ഥലം കുറവാണെങ്കിൽ നമുക്ക് ചട്ടിയിൽ ഒതുക്കി വളർത്താം. ചട്ടിയിലാകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വളരും. നല്ല നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കും. പിന്നെ പ്രൊപ്പഗേഷൻ അധികം കേടൊന്നും വരാറില്ല. യാതൊരു കേടോ ഒന്നും വരാത്ത പ്ലാന്റ് ആണ്. അധികം കെയറിങ് ആവശ്യമില്ല. പിന്നെ പ്രൊപ്പഗേഷൻ പറയുകയാണെങ്കിൽ കട്ടിങ്സ് മുറിച്ച് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. പിന്നെ വളമായിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങൾ നൽകിയാൽ മതി. പിന്നെ വേനൽക്കാലത്ത് നന്നായി നന കൊടുക്കണം. 2 നേരം തന്നെ നന കൊടുക്കണം. ഇപ്പൊ ചട്ടിയിലുള്ള പ്ലാന്റാണ് ഇത്. ചട്ടിയിലുള്ള പ്ലാന്റാണ് ഇത്രയും പൂത്ത് നിൽക്കുന്നത്. വൈറ്റിൻ്റെയും പിങ്കിൻ്റെയും ലീഫ് ഒരേപോലെയാണ്. അതേസമയം വയലറ്റിൻ്റെ ലീഫിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വൈറ്റും വയലറ്റും ഇങ്ങനത്തെ ലീഫാണ്. ഇത് കുറച്ചുകൂടി കട്ടി കൂടിയ ലീഫായിട്ട് തോന്നുന്നുണ്ട് വയലറ്റിൻ്റെത്. വയലറ്റിൻ്റെ ഫ്ലവറിന് ഒരു ചെറിയ മാറ്റങ്ങളുണ്ട്. 2 തട്ടായിട്ട് ഇങ്ങനെയാണ്. വയലറ്റ് ഇത് ഇങ്ങനെ ഒരു ഇതളൊക്കെ ആയിട്ട് ഒരു തട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ. വൈറ്റ് കളറിലെ പ്ലാന്റ് നിറയെ മൊട്ടും ഓരോ നോഡിലും മൊട്ടായിട്ടുള്ള വൈറ്റ് കളറിലെ കൃഷ്ണകമലം പ്ലാന്റ്. ഇങ്ങനെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 300 രൂപയ്ക്കാണ്, 300 റുപ്പീസ്. ഇനി പിങ്ക് കാണിച്ചു തരാം എന്തൊരു ഭംഗിയല്ലേ കാണാൻ. നിറയെ 3 പൂക്കളുണ്ട്. ഇവിടെ പൂക്കളൊക്കെ വാടിപ്പോയ പാട് നിറയെ മൊട്ടുകൾ നിറഞ്ഞു പൂക്കുന്ന പ്ലാന്റാണ്. ഈ വലിപ്പത്തിലുള്ള ഈ ചട്ടി പിടിപ്പിച്ച് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് 300 രൂപയ്ക്ക് തന്നെ, 300 റുപ്പീസ്. വൈറ്റ് ആയാലും വയലറ്റും പിങ്ക് ആയാലും ഈ ചട്ടി പിടിപ്പിച്ച പ്ലാന്റ് 300 രൂപയ്ക്കാണ് ഗ്യാബീസ് വേൾഡിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കവറിൽ പിടിപ്പിച്ച പ്ലാന്റ് ഉണ്ട്. കവറിൽ പിടിപ്പിച്ച പ്ലാന്റ് 120 രൂപയ്ക്കാണ് വിൽക്കുന്നത്, 120 റുപ്പീസ്. അതും ഇതുപോലെ മൊട്ടിട്ട ചെടിയാണ്. ഈ 3 കളറിൻ്റെ കവറിൽ പിടിപ്പിച്ച തൈകളുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഇതിൻ്റെ റെഡ് വരുന്നതാണ്, ഡാർക്ക് റെഡ് പാസിഫ്ലോറയുടെ തൈകൾ അടുത്ത് തന്നെ എത്തുന്നതാണ് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ഞങ്ങൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് ഞങ്ങളുടെ നഴ്സറി. നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.